ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് KSRTC ഡബിൾ ഡക്കർ ബസ് ട്രയൽ റൺ നടത്തി. ഇളംതുരുത്തിയിൽ നിന്ന് സുവോളജിക്കൽ പാർക്കിലേക്കാണ് ട്രയൽ റൺ നടത്തിയത്. അന്തരിച്ച മുൻ MLA ബാബു എം പാലശ്ശേരിക്ക് പ്രണാമം അർപ്പിച്ച നാട്. കൊരട്ടിക്കരയിൽ സംസ്കാര ചടങ്ങിനെത്തിയത് ആയിരങ്ങൾ. അമ്മയെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ മകന് ജീവപര്യന്തം കഠിന തടവ്. വടക്കേക്കാട് സ്വദേശി മനോജ് കുമാറിനെയാണ് തൃശൂർ 1ാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. ഇരിങ്ങാലക്കുടയിൽ 108 ഗ്രാം MDMA-യുമായി യുവാവ് പോലീസ് പിടിയിൽ. പുതുപ്പൊന്നാനി സ്വദേശി ഫിറോസാണ് പിടിയിലായത്. വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നതിലെ കണ്ണിയാണ് പ്രതിയെന്ന് പോലീസ്. വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ നടത്തിയ മിന്നൽ പണിമുടക്ക് യാത്രക്കാരെ വലച്ചു. ബസ് ജീവനക്കാർക്കെതിരെ പോലീസ് വ്യാജ കേസെടുത്തുവെന്ന് ആരോപിച്ചാണ് മിന്നൽ പണിമുടക്ക്. വാർത്തകൾ വിശദമായി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള KSRTC ഡബിൾ ഡക്കർ ബസിന്റെ ആദ്യ ട്രയൽ റൺ നടന്നു. ഇളംതുരുത്തിയിൽ നിന്ന് സുവോളജിക്കൽ പാർക്കിലേക്കാണ് ട്രയൽ റൺ നടത്തിയത്. ആദ്യ ട്രയൽ റണ്ണിൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി, സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ BN നാഗരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. നാളെ രാവിലെ 9:30 തൃശൂർ ശക്തൻ നഗറിൽ നിന്നും സുവോളജിക്കൽ പാർക്കിലേക്ക് ഡബിൾ ഡക്കർ ബസ് വീണ്ടും ട്രയൽ റൺ നടത്തും. മന്ത്രിമാരായ K രാജൻ, KB ഗണേഷ് കുമാർ എന്നിവർ ട്രയൽ റണ്ണിൽ പങ്കെടുക്കും. ബാബു എം പാലശ്ശേരി ഇനി ജ്വലിക്കുന്ന ഓർമ്മ. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ കൊരട്ടിക്കരയിലെ വീട്ടുവളപ്പിൽ നടന്നു. കുന്നംകുളം ഏരിയ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് കടവല്ലൂർ കൊരട്ടിക്കരയിലെ വീട്ടിലേക്ക് ബാബു എം പാലശ്ശേരിയുടെ ഭൗതികദേഹം എത്തിച്ചത്. തുടർന്ന് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. മന്ത്രി R ബിന്ദു, MLA-മാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റിലപ്പിള്ളി, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ്, മുൻ MP CN ജയദേവൻ, UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് ഉൾപ്പെടെയുള്ളവർ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഉച്ചയോടെ പൊതുദർശനം അവസാനിപ്പിച്ച് പ്രിയപ്പെട്ടവരുടെ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയാണ് പ്രിയ നേതാവിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സജ്ജീകരിച്ച ചിതയിലേക്കെടുത്തത്. തുടർന്ന് പോലീസിന്റെ ആദരവ്. മകൾ അശ്വതി, മകൻ അഖിൽ എന്നിവർ ചേർന്ന് ചിതയ്ക്ക് തീ കൊളുത്തി. സമരോജ്വല പോരാട്ടങ്ങളിലൂടെയും സാമൂഹിക സാംസ്കാരിക കലാരംഗങ്ങളിലൂടെയും നിറഞ്ഞു നിന്ന അദ്ദേഹത്തിന്റെ കണ്ണുകൾ മെഡിക്കൽ കോളേജിലേക്ക് ദാനം ചെയ്തിരുന്നു. ജന്മനാടിന്റെ വികാര വായ്പകൾ ഏറ്റുവാങ്ങി ജ്വലിക്കുന്ന ഓർമ്മകൾ ബാക്കിയാക്കിയാണ് ബാബു എം പാലശ്ശേരി മടങ്ങിയത്. കൊരട്ടിക്കരയിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. അമ്മയെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ മകനെ ശിക്ഷിച്ചു. വടക്കേക്കാട് ചെമ്മണ്ണൂർ തലക്കാട്ട് വീട്ടിൽ മനോജ് കുമാറിനെയാണ് തൃശൂർ 1ാം അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി K കമനീസ് ജീവപര്യന്തം കഠിന തടവിനും 2 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചത്. 2022 സെപ്റ്റംബറിലാണ് പണം നൽകാത്തതിലുള്ള വിരോധത്തിൽ അമ്മ ശ്രീമതിയെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയത്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇവർ മരിച്ചത്.
കേസിലെ നിർണായക സാക്ഷിയായ ശ്രീമതിയുടെ മകൾ വിചാരണവേളയിൽ കൂറുമാറിയിരുന്നു. എന്നാൽ സംഭവസമയം വീട്ടിലുണ്ടായിരുന്ന മറ്റൊരു സഹോദരനായ കാഴ്ചപരിമിതിയുള്ള സുജിത് കുമാറിന്റെ മൊഴിയാണ് നിർണായകമായത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് KP അജയ്കുമാർ, അഡ്വക്കേറ്റ് രാജീവ് കുമാർ എന്നിവർ കോടതിയിൽ ഹാജരായി. ഇരിങ്ങാലക്കുടയിൽ 108 ഗ്രാം MDMAയുമായി യുവാവ് പിടിയിൽ. ബുധനാഴ്ച പുലർച്ചെ കോയമ്പത്തൂരിൽ നിന്നും KSRTC ബസ്സിൽ വന്നിറങ്ങിയ പുതുപ്പൊന്നാനി സ്വദേശി ഫിറോസാണ് പോലീസിന്റെ പിടിയിലായത്. 2024 കഞ്ചാവ് പരിശോധനയ്ക്കിടെ മലപ്പുറം SIയെ വാഹനമിടിപ്പിച്ച കേസിൽ ഇയാളെ പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. ഇരിങ്ങാലക്കുടയിൽ വാടകയ്ക്ക് താമസിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും കഞ്ചാവ് വിതരണം ചെയ്യുന്ന സംഘത്തിലെ കണ്ണിയാണ് ഫിറോസ് എന്ന് പോലീസ് സംശയിക്കുന്നു. റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ലഹരി വിരുദ്ധ സ്ക്വാഡാണ് പരിശോധന നടത്തി പ്രതിയെ പിടികൂടിയത്. വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തി. അപ്രഖ്യാപിത പണിമുടക്കിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ വലഞ്ഞു. യാത്രക്കാരിയായ യുവതിക്ക് നേരെ കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരൻ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു. എന്നാൽ പരാതി വ്യാജമാണെന്നാരോപിച്ചാണ് മിന്നൽ പണിമുടക്ക് നടത്തിയത്. ബുധനാഴ്ച ഉച്ച മുതലാണ് സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മിന്നൽ പണിമുടക്ക് ആരംഭിച്ചത്. തൊഴിൽ സുരക്ഷ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. വടക്കാഞ്ചേരി പോയി കുന്നോളം വരെ നിരവധി കോളേജുകളും സ്കൂളുകളും ഈ പിള്ളേരെ കയറ്റി നടച്ച് പോണ സ്കൂൾ ടൈമിൽ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇത് തൊഴിലിനെ ബാധിക്കുകയാണ്, തൊഴിൽ സുരക്ഷയെ ബാധിക്കുകയാണ്. എന്താണ് സംഭവിക്കാനുള്ള യാഥാർത്ഥ്യം പോലീസ് അധികാരികൾ തിരിച്ചറിയണം പറഞ്ഞാൽ നമ്മൾ മുന്നേ കുന്നോളം ACPയോട് പറഞ്ഞുള്ളതായിരുന്നു. ഇങ്ങനത്തെ പരാതികൾ വരുമ്പോൾ വണ്ടികളിൽ ക്യാമറ ഉണ്ട്, കാര്യങ്ങളുണ്ട്. ആ സമയത്തൊക്കെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകളുണ്ടാവുക. ഇവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് വേണം ഇങ്ങനത്തെ കേസുകൾ ചാർജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ തൊഴിൽ മേഖലയിൽ ഈ ഒരു ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് തുടർന്ന് തൊഴിൽ ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ടും പരിഗണിച്ചുകൊണ്ട് ഈ കേസ് ഈ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്ന് മിന്നൽ പണിമുടക്കിലേക്ക് നീങ്ങിയിരിക്കും. മുണ്ടൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിനു സമീപം നിയന്ത്രണം വിട്ട കാർ ബൈക്ക് ഇടിച്ചു തകർത്തു. കുന്നംകുളം ഭാഗത്തുനിന്ന് അമിത വേഗത്തിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് ഒതുക്കി നിർത്തിയിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ അപകടത്തിലാർക്കും പരിക്കില്ല. ബൈക്ക് യാത്രികൻ ബൈക്ക് നിർത്തി ഇറങ്ങി മാറിയ ഉടനെയായിരുന്നു അപകടം. നിരോധിത പെലാജിക് വല ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ കർണാടക ബോട്ടുകൾക്ക് ഫിഷറീസ് വകുപ്പ് 15 ലക്ഷം രൂപ പിഴ ചുമത്തി. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം നിലവിൽ വന്നതിനുശേഷം ഫിഷറീസ് വകുപ്പ് ചുമത്തുന്ന ഏറ്റവും ഉയർന്ന പിഴയാണിത്. 16 സെന്റിമീറ്ററിൽ താഴെ വലുപ്പമുള്ള 5000 കിലോ ചെറുമത്സ്യവും ബോട്ടുകളിൽ നിന്ന് പിടിച്ചെടുത്തു. ഈ ചെറുമത്സ്യങ്ങളെ പിന്നീട് പുറം കടലിൽ ഒഴുക്കിക്കളഞ്ഞു. മംഗലാപുരം സ്വദേശികളായ മുഹമ്മദ് ഇഫ്തിഖർ, റിസാന മുഹമ്മദ്, ഫിറോസ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ബോട്ടുകളാണ് പിടിച്ചെടുത്തത്. കഴിഞ്ഞ ദിവസം കടലിൽ അനധികൃത മത്സ്യബന്ധനം നടത്തിയ 2 കർണാടക ബോട്ടുകൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ തടഞ്ഞുവച്ച് ഫിഷറീസ് അധികൃതർക്ക് കൈമാറിയിരുന്നു. മോട്ടോർ പ്രവർത്തിക്കാൻ വൈദ്യുതി എത്തിയില്ല. കാട്ടൂർ തെക്കുംപാടത്തെ കർഷകർ കൃഷി ഇറക്കാൻ കഴിയാതെ പ്രതിസന്ധിയിൽ. ഇരിങ്ങാലക്കുട മേഖലയിലെ പ്രധാന നെൽകൃഷി മേഖലയാണ് കാട്ടൂർ തെക്കുംപാടം. 400 ഏക്കറോളം വരുന്ന പാടശേഖരം കാട്ടൂർ, പടിയൂർ, കാറളം പഞ്ചായത്തുകളിലായാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഒക്ടോബർ പകുതിയോടെ ഈ മേഖലയിൽ കർഷകർ കൃഷി ഇറക്കാൻ ആരംഭിക്കും. പാടശേഖരത്തിലെ അധിക ജലം MM കനാലിലേക്ക് ഒഴുക്കിവിട്ടാണ് പാടം കൃഷിക്ക് സജ്ജമാക്കുന്നത്. എന്നാൽ പാടശേഖരത്തിലെ അധിക ജലം വറ്റിക്കുന്നതിനായി സ്ഥാപിച്ചിരുന്ന മോട്ടോർ കത്തിപ്പോയിരുന്നു. ഇതേ തുടർന്ന് ഇവിടെ സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോർമർ KSEB എടുത്തുമാറ്റി. 4 മാസങ്ങൾക്ക് മുൻപ് കൃഷിവകുപ്പ് ലക്ഷങ്ങൾ വില വരുന്ന 50 HP മോട്ടോർ കർഷകർക്ക് അനുവദിക്കുകയും പാടശേഖരത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. മോട്ടോർ പ്രവർത്തിക്കുന്നതിനായി KSEBയിൽ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ പഴയ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാൻ സാധിക്കില്ലെന്നും മോട്ടോർ പ്രവർത്തിക്കുന്നതിനായി പുതിയ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാനുമാണ് KSEB ഉദ്യോഗസ്ഥർ അറിയിച്ചത്. പുതിയ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കണമെങ്കിൽ 6.5 ലക്ഷത്തോളം രൂപ ചെലവ് വരും. ഈ തുക കർഷകർ നൽകിയാൽ മാത്രമേ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാനും മോട്ടോർ പ്രവർത്തിക്കാനും കഴിയുകയുള്ളൂ. ഇതോടെ കാട്ടൂർ തെക്കുംപാടത്തെ ഈ വർഷത്തെ നെൽകൃഷി പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം പ്രതികൂല കാലാവസ്ഥ മൂലം 150 ഏക്കറോളം കൃഷി നശിച്ചിരുന്നു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറായി നിയമിതനായ 3 മുറി ചേലക്കാട്ടുകര പൊലിയോടത്ത് വീട്ടിൽ രാഹുൽ രഘുനാഥനെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. KSSPU മറ്റത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ, IR ബാലകൃഷ്ണൻ, MK ബാബു, KR ശശികുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി.
നെൽകൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി പനങ്ങാട്ടുകര MND സ്കൂളിലെ വിദ്യാർത്ഥികൾ പാടത്തിറങ്ങി. പാഠ്യാനുബന്ധ പ്രവർത്തനമായി ജൈവ നെൽകൃഷി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ പാടത്തിറങ്ങിയത്. വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ PTA, MPTA എന്നിവരുടെ സഹകരണത്തോടുകൂടിയാണ് കുട്ടികൾ പാടത്തിറങ്ങിയത്. കല്ലമ്പാറ പ്ലാനി പാടശേഖരത്തിൽ ചേനോത്ത് പറമ്പ് ഷെയ്ഖ് ഹസന്റെ 60 സെന്റ് സ്ഥലം പാട്ടത്തിനെടുത്താണ് ഞാറുനടൽ നടത്തിയത്. ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു ഞാറുനടൽ. കൃഷിപ്പാട്ടിനൊപ്പം താളം ചവിട്ടിയാണ് കുട്ടികൾ ഞാറുനടൽ ഉത്സവത്തിൽ പങ്കെടുത്തത്. തുടർന്നു വരുന്ന കളപറിക്കൽ, വളമിടൽ, കൊയ്ത്ത് എന്നീ പ്രക്രിയകളിലെല്ലാം കുട്ടികളെ പങ്കെടുപ്പിക്കാനാണ് ലക്ഷ്യം. വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ഒത്തുചേർന്ന ഞാറുനടൽ പഴമയുടെ ഉത്സവാഘോഷങ്ങളിലേക്ക് തിരിച്ചുപോക്കായി. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E. ഉമാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് MP പ്രസാദ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ശ്രീധർ റോസ് ചാക്കോ, പ്രധാനാധ്യാപിക C. രേഖ, PTA പ്രസിഡന്റ് ഷിനി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ലഹരി വിമുക്തമായ നല്ലൊരു നാളേക്കായി മെഗാ മോഹിനിയാട്ടം അവതരണവുമായി കലാമണ്ഡലം ഹൈമാവതി ടീച്ചർ എത്തുന്നു. പുനർജനി എന്ന പേരിൽ കേരളപ്പിറവി ദിനമായ നവംബർ 1 തൃശൂർ തേക്കിൻകാട് മൈതാനിയിലാണ് പരിപാടി അരങ്ങേറുന്നത്. കലയും കായികവും വഴി പുതുതലമുറയെ മയക്കുമരുന്നിൽ നിന്ന് മോചിപ്പിക്കുക എന്ന സന്ദേശം ഉയർത്തിയാണ് ക്ലബ് 37 എന്ന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മോഹിനിയാട്ടം സംഘടിപ്പിക്കുന്നത്. 15 മിനിറ്റാണ് അവതരണം. നടിയും നർത്തകിയുമായ നവ്യ നായർ ചടങ്ങിൽ മുഖ്യ അതിഥിയാകുമെന്ന് കലാമണ്ഡലം ഹൈമാവതി തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കലാമണ്ഡലം സംഗീത, അജ്മൽ റഹ്മാൻ, CB ജിബിൻ, ആൻസൺ ആന്റണി എന്നിവർ പങ്കെടുത്തു. തിരുവനന്തപുരം മധുര അമൃത എക്സ്പ്രസ് നാളെ മുതൽ രാമേശ്വരം വരെ സർവീസ് നടത്തും. ഇത് സംബന്ധിച്ച് റെയിൽവേ ഉത്തരവായി. രാത്രി 8:30 തിരുവനന്തപുരത്തു നിന്നും പുറപ്പെടുന്ന അമൃത എക്സ്പ്രസ് രാവിലെ 9:50 മധുരയിലും ഉച്ചയ്ക്ക് 12:45 രാമേശ്വരത്തും എത്തിച്ചേരും. തിരിച്ച് രാമേശ്വരത്തു നിന്നും ഉച്ചയ്ക്ക് 1:30 പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് രാവിലെ 4:55 തിരുവനന്തപുരത്തെത്തും. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം ചന്തയിലെ പലചരക്ക് കയറ്റിറക്ക് തൊഴിലാളികളുടെ കൂലി പുതുക്കി നിശ്ചയിച്ചു. തൊഴിലാളി യൂണിയനുകളും വ്യാപാരി പ്രതിനിധികളും നേരിട്ട് നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. കോട്ടപ്പുറം ചന്തയിലെ കയറ്റിറക്ക് കൂലി 2 വർഷം കൂടുമ്പോഴാണ് പുതുക്കി നിശ്ചയിക്കുന്നത്. ഒക്ടോബർ 1 കരാർ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് വ്യാപാരികളും തൊഴിലാളികളും യൂണിയൻ നേതാക്കളും നേരിട്ട് ചർച്ച ചെയ്ത് ധാരണയിലെത്തുകയായിരുന്നു. വ്യാപാരി സംഘടനകളെ പ്രതിനിധീകരിച്ച് EA ബഷീർ, സാജു സെബാസ്റ്റ്യൻ, KS അബ്ദുൾ ഖാദർ, MJ ടോമി തുടങ്ങിയവരും തൊഴിലാളി യൂണിയനുകളെ പ്രതിനിധീകരിച്ച് AS സിദ്ധാർത്ഥൻ, KS കൈസാബ്, OC ജോസഫ്, ബാബു കളത്തേരി എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ അഡ്വക്കേറ്റ് OJ ജനീഷ് K കരുണാകരന്റെ പൂങ്കുന്നത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ സന്നിഹിതരായി. യൂത്ത് കോൺഗ്രസിനെ ഒരുമയോടെ മുന്നോട്ട് നയിക്കുമെന്ന് ജനീഷ് പറഞ്ഞു. ഡിവൈഎഫ്ഐക്കും കൂടെ നിന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെയും UDYF-ൻ്റെയൊക്കെ പ്രവർത്തകരെ ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അവിടെ നിരന്തരമായി ഗ്രനേഡ് എറിഞ്ഞു. അതോടൊപ്പം തന്നെ ലാത്തിച്ചാർജ് നടത്തി. ഒരു MP ഉൾപ്പെടെ ഈ സംസ്ഥാനത്തിനകത്ത് ഇത്തരത്തിൽ ഗുരുതരമായി മുഖത്ത് ലാത്തി കൊണ്ട് അടിയേറ്റ് വാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം പേരാമ്പ്രയിൽ ഉണ്ടായെന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനത്തിനകത്ത് പോലീസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉയർന്നു വരികയാണ്. ഇപ്പോൾ പ്രതികാര നടപടിയുടെ ഭാഗമായി പോലീസ് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ കയറി അറസ്റ്റ് ചെയ്യുന്നു. ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല. അങ്ങേയറ്റത്ത് ശക്തമായ പ്രതിഷേധമുണ്ടാകും. DYSP സുനിൽ അദ്ദേഹം ഇന്ന് വെളുപ്പിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളരെ മോശമായ ഭാഷയിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അധിക്ഷേപിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്.
ഈ പോലീസുകാരെല്ലാം കണക്കാക്കി വെക്കുന്നത് എല്ലാ കാലത്തും പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ജനം തിരുത്താൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം ഇപ്പോൾ ചെയ്യുന്ന ഈ ദാസ്യപ്പണി ഇവർ അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ അത് യൂത്ത് കോൺഗ്രസ് അവസാനിപ്പിച്ചു കൊടുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. LDF സർക്കാരിന്റെ 10 വർഷത്തെ ഭരണം കേരളത്തെ ലഹരിമയമാക്കിയെന്ന് മദ്യവിമോചന മഹാസഖ്യം ആരോപിച്ചു. സർക്കാരിന്റെ ലഹരി വർജനവും എക്സൈസിന്റെയും പോലീസിന്റെയും ലഹരി വിരുദ്ധ ബോധവൽക്കരണവും അപഹാസ്യവും കണ്ണിൽ പൊടിയിടലുമാണെന്ന് UDF സർക്കാർ അടച്ചുപൂട്ടിയ ബാറുകൾ ഉൾപ്പെടെ തുറന്നും സംസ്ഥാനത്ത് മദ്യമൊഴുക്കിയും ഖജനാവ് നിറയ്ക്കുകയാണെന്നും സർക്കാർ ചെയ്തതെന്നും പറഞ്ഞു. സർക്കാർ തല ബോധവൽക്കരണ പരിപാടികൾ പലതും കുട്ടികളെ ലഹരി ഉപയോഗത്തിലേക്ക് തള്ളിവിടുന്നതാണെന്നും മദ്യവിമോചന മഹാസഖ്യം കുറ്റപ്പെടുത്തുന്നു. UDFിൽ മാത്രമാണ് പ്രതീക്ഷ. അതിനാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDFിനെ പരസ്യമായി പിന്തുണയ്ക്കുമെന്ന് മഹാസഖ്യം സംസ്ഥാന പ്രസിഡന്റ് EA ജോസഫ് പറഞ്ഞു. ലഹരിക്കെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി മഹാസഖ്യം സംസ്ഥാന സമിതി രൂപീകരണ കൺവെൻഷൻ ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് ജവഹർ ബാലഭവനിൽ നടക്കും. സംഘടനാ ജനറൽ സെക്രട്ടറി KA മഞ്ജുഷയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമി പൊതുനന്മയ്ക്ക് സൗജന്യമായി വിട്ടുനൽകി മാതൃകയാവുകയാണ് കയ്പമംഗലത്തെ ഒരു ജനപ്രതിനിധി. കയ്പമംഗലം പഞ്ചായത്ത് അംഗം CJ പോൾസനാണ് തന്റെ 3.25 ഏക്കർ വരുന്ന ഭൂമി പൊതു കളിസ്ഥലത്തിനും ഭവനരഹിതർക്കും സൗജന്യമായി നൽകുന്നത്. കയ്പമംഗലം RC UP സ്കൂളിന് കിഴക്കുഭാഗത്തുള്ള ഭൂമിയാണ് 10 പേർക്ക് വീട് നിർമ്മിക്കുന്നതിനും പൊതുകളിസ്ഥലത്തിനും മറ്റു പൊതു ആവശ്യങ്ങൾക്കുമായി പോൾസൺ കയ്പമംഗലം പഞ്ചായത്തിന് കൈമാറുന്നത്. ഇതിൽ 40 സെന്റ് ഭൂമി 10 ഭവനരഹിതർക്കാണ് നൽകുക. 13.6 സെന്റ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന് കൈമാറും. 10 സെന്റ് ഭൂമി കൊടുങ്ങല്ലൂർ ആസ്ഥാനമായ ആശ്രയ അഗതി മന്ദിരത്തിന് നൽകും. ബാക്കി വരുന്ന സ്ഥലം കയ്പമംഗലം പഞ്ചായത്തിന് കളിസ്ഥലം നിർമ്മാണത്തിനായി ഉപയോഗിക്കും. 3 തവണ മികച്ച ഭൂരിപക്ഷത്തിൽ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട പോൾസൺ തീരപ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തിയാണ്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ തീരദേശത്തെ ഏറ്റവും വലിയ കളിസ്ഥലമെന്ന സ്വപ്നം കയ്പമംഗലം പഞ്ചായത്ത് യാഥാർത്ഥ്യമാക്കുമെന്ന് പോൾസൺ പറഞ്ഞു. നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മുടെ തീരപ്രദേശത്ത് വർഷങ്ങൾക്ക് മുമ്പ് നിരവധി കളിസ്ഥലങ്ങൾ, പാടങ്ങളും ഒഴിഞ്ഞ സ്ഥലങ്ങളും നിരവധി ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചേറ്റും മുതൽ അഴീക്കോട് വരെയുള്ള പ്രദേശങ്ങളിൽ വളരെ വിരലിൽ എണ്ണാവുന്ന പ്രദേശങ്ങളിൽ മാത്രമേ ഒരു കളിസ്ഥലം അതും വലിയ വിശാലമായ കളിസ്ഥലങ്ങളൊന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ കയ്യിലുള്ള ഒരു 3.25 ഏക്കറുള്ള സ്ഥലം, അതിൽ കളിസ്ഥലത്തിന് 2.5 ഏക്കർ കൊടുക്കാനുള്ള തീരുമാനം അതാണ്. അതുകൂടാതെ തന്നെ കയ്പമംഗലത്തെ നിരവധി പേര്, നൂറുകണക്കിന് ആളുകൾ വീടില്ലാത്തതും അതുപോലെ വാസയോഗ്യമായ സ്ഥലമില്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. അവർക്കും സഹായം ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഒപ്പം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് ഇതിനു വേണ്ടി വീട് വയ്ക്കാനുള്ള സ്ഥലം നൽകാൻ തീരുമാനിച്ചത്. ഈ നാടിന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഈ നാട്ടുകാരെ ഏറ്റെടുത്തുകൊണ്ട്, ജനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഇത് വികസിപ്പിച്ച് നല്ലൊരു കളിസ്ഥലവും കാര്യങ്ങളായിട്ട് മാറ്റുമെന്ന കാര്യം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. വെള്ളിയാഴ്ച കയ്പമംഗലം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഭൂമി കൈമാറൽ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ET ടൈസൺ MLA, ബെന്നി ബെഹന്നാൻ MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കും. TCV ന്യൂസ്, കയ്പമംഗലം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും വിശ്വാസവഞ്ചനയിലും ആരോപിച്ച് കോൺഗ്രസ് നടത്തുന്ന വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് തൃശൂരിൽ സ്വീകരണം നൽകിയിരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഭരണപക്ഷത്തിനാണെങ്കിൽ അല്ലെങ്കിൽ പ്രതിപക്ഷത്താണെങ്കിൽ അവർക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ്, അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ കൊണ്ടുവന്ന ആരോപണങ്ങളായിരിക്കും. സ്വാഭാവികമായും ഈ സമരം നടക്കുമ്പോൾ, ഇപ്പൊ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനെതിരെ കഴിഞ്ഞ 10 വർഷക്കാലമായി സമരം നടത്തുമ്പോൾ പിണറായി വിജയനും കൂട്ടരും പറഞ്ഞത് എവിടെയാണ് തെളിവുകൾ എന്നാണ്. നിങ്ങൾ നടത്തുന്ന സമരം ഉണ്ടയില്ലാത്ത വെടിയാണെന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് പലപ്പോഴും ഉണ്ടായത്. നമ്മൾ അതുകൊണ്ടൊന്നും തളർന്നില്ല. ഇന്നിപ്പോൾ നടത്തുന്ന ഈ സമരം എന്ന് പറയുന്നത്, ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കിയത് നമ്മൾ ആരുമല്ല, കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് പറഞ്ഞത്. അയ്യന്റെ സ്വർണം കട്ടു എന്ന് പറഞ്ഞത് നമ്മൾ ആരുമല്ല, കേരളത്തിലെ ഹൈക്കോടതിയാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം തെളിവുകളുടെ ആവശ്യമില്ല. നമ്മൾ ഈ സമരം നടത്തുന്നത് അതിൻ്റെ ആവശ്യങ്ങളെ കുറിച്ച് ബഹുമാനനായ ക്യാപ്റ്റൻ ഇവിടെ സൂചിപ്പിക്കും. എനിക്കൊന്നു മാത്രമാണ് പറയാനുള്ളത്. വിശ്വാസമില്ലാത്തവനും നിരീശ്വരവാദിയും ഇത്തരത്തിൽ ദേവന്റെയൊക്കെ മുതലുകൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ
മുച്ചോട് മുടിഞ്ഞു പോകുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതുകൊണ്ട് ഇത് മുറിവേറ്റത് കേവലം അയ്യപ്പ ഭക്തന്മാർക്ക് മാത്രമല്ല, ലോകത്താകമാനമുള്ള മലയാളികളായ വിശ്വാസികൾക്കാണ് ഈ മുറിവേറ്റത്. ആ മുറിവൊണുക്കാൻ ഇന്ന് ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്ര. ഈ യാത്രയുമായി ഈ ശക്തന്റെ മണ്ണിലേക്ക് കടന്നു വരുമ്പോൾ ഈ പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് വടക്കുനാഥന്റെ കിഴക്കേ നടയിൽ വെച്ച് നമ്മൾ ഈ വിശ്വാസ സംരക്ഷണ യാത്രയെ സ്വീകരിച്ചുകൊണ്ട് ഈ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ വിശാലമായ ഈ റോട്ടിൽ നമ്മൾ ഈ സമ്മേളനം കൂടുമ്പോൾ അതിലേക്ക് വിശ്വസിച്ചുകൊണ്ട് കടന്നു വന്ന മുഴുവൻ കോൺഗ്രസിൻ്റെയും പോഷക സംഘടനകളെയും സഹപ്രവർത്തകരെയും നല്ലവരായ മതേതര വിശ്വാസികളെയും ജനാധിപത്യ വിശ്വാസികളെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. നേരം ഏറെ വൈകിയതുകൊണ്ട് ദീർഘമായി കടന്നു പോകുന്നില്ല. ഇവിടെ ഈ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യനായ ജാഥയുടെ ക്യാപ്റ്റൻ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP സാദരം ക്ഷണിക്കുന്നു. അധ്യക്ഷൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, ഈ വിശ്വാസ സംരക്ഷണ യാത്രയിൽ എന്നോടൊപ്പം വൈസ് ക്യാപ്റ്റനായി സഞ്ചരിക്കുന്ന KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ ലോക്സഭാ അംഗവുമായ KPCCയുടെ മുൻ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ശ്രീ TN പ്രതാപൻ, KPCCയുടെ ജനറൽ സെക്രട്ടറി ജാഥയുടെ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് KP ശ്രീകുമാർ, ചാലക്കുടി MLA ശ്രീ സനീഷ് കുമാർ ജോസഫ്, യൂത്ത് കോൺഗ്രസിൻ്റെ നിയുക്ത പ്രസിഡന്റ്, തൃശ്ശൂർക്കാരൻ, നിങ്ങളുടെ എല്ലാം അഭിമാനമായ, നമ്മുടെ നാടിൻ്റെ അഭിമാനമായ, കേരളത്തിലെ ചെറുപ്പക്കാരുടെ പ്രതീക്ഷയായ ശ്രീ OJ ജനീഷ്, വർക്കിംഗ് പ്രസിഡന്റായി അദ്ദേഹത്തോടൊപ്പം നിയമിതനായിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ ബിനു ചുള്ളിയിൽ, ഇവർ രണ്ടുപേരും ഈ വിശ്വാസ സംരക്ഷണ യാത്രയുടെ തൃശ്ശൂരിലെ സമാപനത്തിൽ പങ്കെടുത്തതിൽ നമുക്കതിയായ സന്തോഷമുണ്ട്. അവർ രണ്ടുപേരെയും ഞാൻ ഹാർദവുമായി ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാർ, പ്രിയങ്കനായ ശ്രീ MP വിൻസെന്റ്, ശ്രീ ജോസ് വള്ളൂർ, പ്രിയപ്പെട്ട ശ്രീ അബ്ദുൽ റഹ്മാൻ കുട്ടി, ശ്രീ TCV ചന്ദ്രമോഹൻ, സീനിയർ നേതാവ് ശ്രീ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അനു താജ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാർ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിമാർ, മഹിളാ കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ഏറെ ബഹുമാന്യരായ പ്രിയങ്കരായ നേതാക്കന്മാരെ, ശ്രീ പോൾസൺ മാസ്റ്റർ XMLA അടക്കമുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, സുഹൃത്തുക്കളെ, സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. കാരണം ഈ വേദിയിൽ ഞാൻ പേര് പറഞ്ഞതും പറയാത്തതുമായ നിരവധി നേതാക്കന്മാർ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഇവിടെ ഇരിക്കുകയാണ്. അധ്യക്ഷ പ്രസംഗത്തിൽ DCC പ്രസിഡന്റ് വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. സ്വാഗത പ്രാസംഗികനും ഈ വിശ്വാസ സംരക്ഷണ യാത്രയുടെ കാര്യം പറഞ്ഞു. ഇത് നമ്മൾ 4 വിശ്വാസ സംരക്ഷണ യാത്രകളാണ് ഇന്നലെ പ്രയാണം ആരംഭിച്ചത്. കാസർഗോഡ് നിന്ന് മുൻ KPC അധ്യക്ഷൻ ശ്രീ K മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയും, പാലക്കാട് ജില്ലയിലെ തൃത്താലയിൽ നിന്ന് ഞാനും ശ്രീ TN പ്രതാപനും കൂടി നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയും, മൂവാറ്റുപുഴയിൽ നിന്ന് ശ്രീ ബെന്നി ബെഹനാൻ MP നേതൃത്വം നൽകുന്ന വിശ്വാസ യാത്ര, തിരുവനന്തപുരത്ത് നിന്ന് ശ്രീ അടൂർ പ്രകാശ് നേതൃത്വം നൽകുന്ന വിശ്വാസ യാത്ര, ഈ 4 യാത്രകളും വിവിധ ജില്ലകളിൽ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി 17-ാം തീയതി വൈകുന്നേരം ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ തന്ത്രിമാരായി താമസിക്കുന്ന ചെങ്ങന്നൂരിൽ സമാപിക്കും. 18-ാം തീയതി അവിടുന്ന് ഉച്ചയ്ക്ക് ശേഷം ചെങ്ങന്നൂരിലെ കാരക്കാട് നിന്ന് അയ്യപ്പൻ്റെ ജന്മനാടായ ശബരിമല അയ്യപ്പൻ്റെ തിരുവാഭരണമൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന പരിപാവനവും പവിത്രമായ നാടായ പന്തളത്ത് എത്തിച്ചേരും. ആ
18-ാം തീയതി പന്തളത്തേക്കുള്ള പദയാത്ര പ്രതിപക്ഷ നേതാവ് CVD സതീശന്റെയും അതോടൊപ്പം തന്നെ KPC അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫിന്റെയും അതോടൊപ്പം മറ്റ് AICCയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ, UDFന്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ നയിക്കുന്ന വമ്പിച്ച പദയാത്രയും അതിനെ തുടർന്നുള്ള സമാപനവുമാണ് പന്തളത്ത് നടക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടാമത്തെ വിശ്വാസ സംരക്ഷണ യാത്രയാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും കോൺഗ്രസ് പാർട്ടി കേരളത്തിലുടനീളം വിശ്വാസ സംരക്ഷണ യാത്ര നടത്തി പത്തനംതിട്ടയിൽ വൻപിച്ച പ്രതിഷേധ സംഗമം ചേർന്നു. അന്ന് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ യുവതീ പ്രവേശനം നടത്തുവാൻ സംസ്ഥാന ഗവൺമെന്റ്, പിണറായി വിജയൻ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ അതിനെ ശക്തമായി നേരിടുവാനും പ്രതിരോധിക്കുവാനും മുന്നോട്ട് വന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എവിടെ വിശ്വാസത്തിന് കോട്ടം സംഭവിക്കുവോ, എവിടെ വിശ്വാസികൾക്ക് മുറിവേൽക്കുന്നുവോ, എവിടെ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിക്കപ്പെടുന്ന തീരുമാനങ്ങൾ എവിടെ ഉണ്ടാകുന്നുവോ അവിടെ വിശ്വാസികൾക്ക് രക്ഷാ കവചവുമായി എന്ന് നിന്നിട്ടുള്ള പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് നമ്മൾ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ഈ രണ്ടാം വിശ്വാസ സംരക്ഷണ യാത്ര നമ്മൾ നടത്തുന്നത് എന്തിനാണ്? ഞാൻ എന്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലകന്മാരുടെ സ്വർണ്ണപ്പാളികളും കൊണ്ടുപോയിരിക്കുന്നു. അത് മാത്രമോ, ശബരിമല ശ്രീകോവിലേക്ക് കയറുന്ന കട്ടള അതും ഇളക്കിക്കൊണ്ടുപോയിരിക്കുന്നു. അത് മാത്രമോ, ശബരിമലയിലെ കട്ടളപ്പാളികളും ഇളക്കിക്കൊണ്ടുപോയിരിക്കുന്നു. എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള തിരുട്ട് സംഘം എന്ന് പറയുന്ന ഈ കൊള്ള സംഘം നമ്മുടെ ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നു. ശബരിമലയുടെ പരിപാവനത തകർക്കാൻ ശ്രമിക്കുന്നു. ശബരിമലയുടെ പവിത്രത ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും വിശ്വാസവഞ്ചനയിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് നടത്തുന്ന വിശ്വാസ സംരക്ഷണ ജാഥ തൃശൂരിലെത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷനായ സമ്മേളനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് MP തത്സമയം സംസാരിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. ഷൊർണൂരിൽ 14-കാരനെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ചേലക്കര സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ജാസ്മിനെതിരെയാണ് കേസ്. അയൽവാസിയായ കുട്ടി ക്വാർട്ടേഴ്സിലേക്ക് കല്ലെറിഞ്ഞെന്നാരോപിച്ച് ജാസ്മിൻ മർദ്ദിച്ചെന്നാണ് പരാതി. ഷൊർണൂർ പോലീസിൽ കുട്ടിയുടെ മാതാവാണ് പരാതി നൽകിയത്. ക്വാർട്ടേഴ്സിലേക്ക് കല്ലെറിഞ്ഞത് തന്റെ മകനല്ലെന്ന് മാതാവ് പറയുന്നു. മർദ്ദനമേറ്റ 14-കാരൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. തൃശൂർ അരണാട്ടുകര സ്കൂൾ ഓഫ് ഡ്രാമയിൽ 3 ദിവസങ്ങളിലായി ഗ്വാപ് നാമ നാടകാവതരണം സംഘടിപ്പിക്കുന്നു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി വൈകിട്ട് 6:30 പ്രൊഫസർ രാമാനുജം സ്റ്റുഡിയോ തിയേറ്ററിൽ നാടകം അരങ്ങേറും. ടിപ്പു സുൽത്താന്റെ സ്വപ്നങ്ങളെ അധികരിച്ചുള്ള നാടകം പരിഭാഷ നിർവഹിച്ച് അഭിനയിക്കുന്നത് 2ാം വർഷ നാടക വിദ്യാർത്ഥികളാണ്. യുവ സംവിധായകൻ അലിയാർ അലിയാണ് നാടകാവിഷ്കാരത്തിന് നേതൃത്വം നൽകുന്നത്. നാടകം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കും. ഇതിന്റെ കവർ പേജ് നാടകാവതരണ ദിവസം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂൾ ഓഫ് ഡ്രാമ ഡയറക്ടർ അഭിലാഷ് പിള്ള, വകുപ്പ് മേധാവി നജ്മൽ ഷാഫി, സംവിധായകൻ അലിയാർ അലി, KG അച്ചു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഹോളോ സോളിഡ് സിമന്റ് ബ്ലോക്കുകൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ ഗ്രീൻ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം V. ഗീത ഉത്തരവിട്ടു. ചാഴൂർ പഞ്ചായത്തിലെ 15-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന റുക്മ ഹോളോ ബ്രിക്സ് ആൻഡ് സോളിഡ് ബ്ലോക്ക് എന്ന സ്ഥാപനം വായു ശബ്ദ മലിനീകരണം നടത്തുന്ന സാഹചര്യത്തിൽ ഗ്രീൻ കാറ്റഗറിയിൽ നിന്നും റെഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണമെന്ന പരാതിയിലാണ് ഉത്തരവ്. പട്ടികജാതി ക്ഷേമ ഫണ്ട് വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷൻ. BJP പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട്ട് നൽകിയ പരാതിയിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പട്ടികജാതി വികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് 30 ദിവസത്തിനകം മറുപടി നൽകണമെന്നും ബന്ധപ്പെട്ട രേഖകൾ കമ്മീഷന് മുൻപിൽ ഹാജരാക്കണമെന്നും ദേശീയ പട്ടികജാതി കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഇനി വാണിജ്യം. ഫർണിച്ചർ നിർമ്മാണ വിപണന രംഗത്ത് 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ചൊവ്വൂരിലെ ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചർ ആകർഷകമായ ഡിസ്കൗണ്ടുകളുമായി ദീപാവലിയെ വരവേൽക്കാൻ ഒരുങ്ങി.
ഫർണിച്ചർ ഗ്രാമമായ ചൊവ്വൂരിൽ ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചറിന് 3 ഷോറൂമുകൾ ആണുള്ളത്. സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതിനാൽ ഗുണനിലവാരത്തിൽ മികവാർന്നതാണ് ഇവിടുത്തെ ഫർണിച്ചറുകൾ. സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാരുടെയും ഇഷ്ടത്തിനിണങ്ങുന്ന ഡിസൈനുകളിൽ ഈട്ടി, തേക്ക്, മഹാഗണി തുടങ്ങിയ മികച്ച ഇനം മരങ്ങളിൽ നിർമ്മിച്ച ഫർണിച്ചറുകളുടെ വിസ്മയ ലോകമാണ് ഈ ഷോറൂമുകളിൽ കസ്റ്റമേഴ്സിനെ കാത്തിരിക്കുന്നത്. വീട്, ഫ്ലാറ്റ്, ഓഫീസ് എന്നിവിടങ്ങളിലേക്ക് ആവശ്യമായ വിവിധ മോഡലുകളിലുള്ള സോഫ സെറ്റി, ഡൈനിങ് ടേബിൾ, കട്ടിൽ, ദിവാൻ കോട്ടുകൾ, അലമാരകൾ, കിഡ്സ് ഫർണിച്ചറുകൾ, മാട്രസുകൾ തുടങ്ങിയവ ഉപഭോക്താക്കളുടെ ബജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കാം. രാജകീയങ്ങളായ ഫുൾ കവർ സോഫ സെറ്റുകൾ, ക്ലാസിക് ഫർണിച്ചറുകൾ, ന്യൂജൻ ഡിസൈൻ ഫർണിച്ചറുകൾ തുടങ്ങിയവ ഇവിടത്തെ സവിശേഷതയാണ്. ചൊവ്വൂർ ചെറിയ കപ്പേളയ്ക്ക് സമീപമുള്ള പുതിയ ഷോറൂമിൽ പുല്ലോക്കാരൻ ബ്രാൻഡഡ് ഫർണിച്ചറുകളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിട്ടുണ്ട്. കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം 3 ഷോറൂമുകളിലും EMI സൗകര്യം ലഭ്യമാണ്. എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്ന ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചറിന് മറ്റെവിടെയും ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,815 രൂപ, പവന് 94,520 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് KSRTC ഡബിൾ ഡക്കർ ബസ് ട്രയൽ റൺ നടത്തി. ഇളം തുരുത്തിയിൽ നിന്ന് സുവോളജിക്കൽ പാർക്കിലേക്കാണ് ട്രയൽ റൺ നടത്തിയത്. അന്തരിച്ച മുൻ MLA ബാബു M പാലിശ്ശേരിക്ക് പ്രണാമം അർപ്പിച്ച നാട്. കൊരട്ടിക്കരയിൽ സംസ്കാര ചടങ്ങിനെത്തിയത് ആയിരങ്ങൾ. അമ്മയെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ മകന് ജീവപര്യന്തം കഠിന തടവ്. വടക്കേക്കാട് സ്വദേശി മനോജ് കുമാറിനെയാണ് തൃശൂർ 1ാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. ഇരിങ്ങാലക്കുടയിൽ 108 ഗ്രാം MDMA-യുമായി യുവാവ് പോലീസ് പിടിയിൽ. പുതുപ്പൊന്നാനി സ്വദേശി ഫിറോസാണ് പിടിയിലായത്. വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നതിലെ കണ്ണിയാണ് പ്രതിയെന്ന് പോലീസ്. വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ നടത്തിയ മിന്നൽ പണിമുടക്ക് യാത്രക്കാരെ വലച്ചു. ബസ് ജീവനക്കാർക്കെതിരെ പോലീസ് വ്യാജ കേസെടുത്തുവെന്ന് ആരോപിച്ചാണ് മിന്നൽ പണിമുടക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.